നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ബില്ലായിരുന്നു, ഒരു അമെൻമെന്റ് ആയിരുന്നു 2019 ഡിസംബർ മാസം 11-ാം തീയതി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് പൗരത്വ ഭേദഗതി നിയമം. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. CA വിരുദ്ധ സമരം പോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തുടനീളം അരങ്ങേറുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ഈ CA നിയമം, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി? മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ചില മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ ആ നിയമത്തിൽ കൊണ്ടുവന്നത്. നേരത്തെ 2014 വരെ ഇന്ത്യയിലേക്ക് വന്ന, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന ആ ഒരു നിയമം, അത് 2024 ഡിസംബർ വരെ ഇന്ത്യയിൽ എത്തുന്നവർക്ക് നൽകുന്ന ഒരു രീതിയിലേക്ക് ആ നിയമത്തെ മാറ്റുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ചിലർ ഈ ഒരു നിയമത്തെ എതിർക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഇന്ത്യ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ നിയമത്തിന്റെ ഒരു പ്രസക്തി എന്ത്? ഈ നിയമത്തോട് ക്രൈസ്തവർ സ്വീകരിക്കേണ്ട ഒരു മനോഭാവങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുമിത് ജോർജ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ ശ്രീക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സുമിത് ജോർജ്, കേന്ദ്ര സർക്കാർ വളരെയധികം ഒരു പഴികേട്ട ഒരു നിയമമാണ് ഈ CA നിയമം, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം. CA വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ നാം കണ്ടതാണ്. പിന്നെ അതിനിടയിലാണ് ഈ കോവിഡും ഒക്കെ വന്നത്. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. വളരെയേറെ ഒരു റിസ്ക് എടുത്ത്, നമുക്കറിയാം ഇതിൻ്റെ ഒരു മതത്തിൻ്റെ ഒരു എലമെൻ്റ് ഒക്കെ ഉണ്ട്, വളരെയേറെ റിസ്ക് എടുത്ത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ CA നിയമം, പൗരത്വ ഭേദഗതി നിയമം ഈ ഒരു കാലഘട്ടത്തിൽ പാസ്സാക്കാൻ തയ്യാറായി? അതിൻ്റെ ഒരു പ്രസക്തി അങ്ങേക്ക് പങ്കുവയ്ക്കും. നമസ്കാരം. നിങ്ങൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രാജ്യത്ത് ഇങ്ങനെയൊരു നിയമം നടപ്പാക്കുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അത് കുറെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനും ഇവിടുത്തെ ഞാൻ പറയുന്ന UDF അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് രാജ്യമാണ് അവിടെ നമുക്ക് നിയമപരമല്ലാതെ ആ രാജ്യത്ത് നിലനിൽക്കുവാൻ നമുക്ക് യാതൊരു വിധത്തിൽ നിയമപരിരക്ഷ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അത് നമ്മൾ റെഫ്യൂജീസ് ആയിട്ട് വന്നത് ആ കാറ്റഗറി ആണെങ്കിലും നമ്മൾ ആ രാജ്യത്ത് പേപ്പർ വർക്കുകൾ ഒന്നുമില്ലാതെ ആ രാജ്യത്ത് ചെന്ന് വിട്ടു, അതിനുശേഷം അതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന കാറ്റഗറി, ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും വ്യക്തികളാണെങ്കിലും അവിടെ ആ രാജ്യത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച്, അവിടുത്തെ കുടിയേറ്റ നിയമം അനുസരിച്ച് അതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ രാജ്യത്ത് നമുക്ക് പൗരത്വം കിട്ടി അവിടെ നിയമപരമായി നിലനിൽക്കുവാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ അത് നിലനിൽക്കുന്ന ഒരു അത് നമ്മൾ ഒന്ന് പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മൾ കൊണ്ടുവന്നപ്പോ അത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വിഷയം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവർക്ക് ഈ നിയമത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വിമർശകർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം. ഞാൻ അതിലേക്ക് തന്നെ ആദ്യം വരാം. ഇപ്പൊ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ നമ്മൾ പറയുന്ന 3 രാജ്യങ്ങളെ സംബന്ധിച്ചാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും. അങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് പാലായനത്തിൽ നിന്ന് വന്നിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് നമ്മൾ ഈ നിയമം ബാധകമാക്കുക എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് പാർലമെന്റ് നിയമം പാസ്സാക്കിയത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സിഖ് ഉണ്ട്, അതുപോലെ ജൈനൻസ് ഉണ്ട്, പാഴ്സീസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റികളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഈ കമ്മ്യൂണിറ്റികൾക്ക് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ വെച്ചിരിക്കുവാൻ കാരണമുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഈ പറയുന്ന 3 രാജ്യങ്ങൾ, പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും, ഈ 3 രാജ്യങ്ങളും മുസ്ലിം കേന്ദ്രീകൃത രാജ്യങ്ങളാണ്, അല്ലെ മുസ്ലിം കൺട്രീസാണ്. അപ്പൊ അവിടെ പീഡനമേൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ആ രാജ്യത്ത് നിന്നും സ്വാഭാവികമായി ഈ 3 രാജ്യത്തുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ തന്നെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ വിഭജന കാലഘട്ടത്തിലുമൊക്കെ ഇവിടെ നിന്ന് ആ രാജ്യത്തേക്ക് കടന്നുപോയ നമ്മുടെ മുൻതലമുറക്കാരുടെ പിൻതലമുറക്കാർ. അപ്പൊ അവർക്ക് അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അവർ ന്യൂനപക്ഷങ്ങളായി അവിടെ കണക്കാക്കപ്പെടുമ്പോൾ, അവർക്ക് അവിടെ അവര് പീഡന അനുഭവിക്കുമ്പോൾ
അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ, അല്ലെങ്കിൽ അവര് സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ രാജ്യത്തേക്ക്, അവരുടെ മാതൃരാജ്യത്തേക്ക് ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുകയില്ല. അത് മുസ്ലിങ്ങളെ എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അത് മുസ്ലിം രാഷ്ട്രമാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, അവർക്ക് അവിടെ സംരക്ഷണം കിട്ടുന്നുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കില്ല. ഇത് അങ്ങനെയല്ല. അവർക്ക് ഈ പറയുന്ന ഞാനിപ്പോ സൂചിപ്പിച്ച 4-5 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാനില്ല. അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് നമുക്ക് ഈ പറയുന്ന സമയത്ത് 2019 പാസ്സാക്കിയത്. അത് പാസ്സാക്കി അതിനെതിരെ നമുക്ക് രാജ്യത്താകമാനം ഇതിനെതിരെ കണ്ട വളരെയധികം പ്രതിഷേധങ്ങളും സംവിധാനങ്ങളും ഒക്കെ നടന്നു. ആദ്യം ഇത് 2014 ഡിസംബർ 31 വരെയാണ് ഇതിന്റെ കാലാവധി. അതിനകത്ത് ഈ രാജ്യത്ത് കുടിയേറ്റ, അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് താമസമാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പ് കടന്നു വന്നിട്ടുള്ള ആൾക്കാർക്കാണ് അത് ബാധകമാക്കിയിരിക്കുന്നതെങ്കിൽ ഇപ്പൊ കുറെ കൂടി ലിബറലായി 2024 31 ഡിസംബർ 31 വരെ അത് നീട്ടിക്കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ കാലയളവിനുള്ളിൽ ഈ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പാസ്പോർട്ട് ഇല്ലാതെയോ, അല്ലെങ്കിൽ കാലാവധി ഇവിടെ നിന്ന് നിയമപരമല്ലാതെയോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ വയ്യാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ അവര് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തോട് ഈ നമ്മുടെ പൗരത്വം വേണമെന്ന് നമ്മളിവിടെ അപേക്ഷ സമർപ്പിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും അടുത്ത് നമുക്കറിയാം, ഇപ്പൊ ആസാമില് ഒരു മൂന്നാളുകൾക്ക് ഇപ്പൊ പൗരത്വം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോ ഏകദേശം 10, 12, 13 ആൾക്കാർക്ക് നമ്മൾ പൗരത്വത്തിന് അപേക്ഷ കൊടുത്തിരുന്നതിൽ അതിന് പ്രാഥമികമായി എന്നുള്ള നിലയ്ക്കാണ് ഈ 3 പേർക്ക് ഇപ്പൊ പൗരത്വം കിട്ടിയിരിക്കുക. അപ്പോ ഇവിടെ നമ്മൾ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് ഇതിനെ പലരും എതിർക്കുന്നുണ്ടെങ്കിലും ഇതിൽ എവിടെയാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ മാതൃരാജ്യത്ത് നിന്നും ഇവിടെ നിന്ന് മറ്റു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും കടന്നുപോയ നമ്മുടെ സഹോദരങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആ പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹം നമ്മളോട് വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് ഇവിടെ സംരക്ഷണം ഒരുക്കുവാനും അവർക്ക് പൗരത്വം കൊടുക്കുവാനും ഒരു മാതൃരാജ്യം തയ്യാറാകുമ്പോൾ അതിലെവിടെയാണ് തെറ്റ്? അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളെ നമ്മൾ ഒരിക്കലും തിരിച്ചു നിർത്തിയിട്ടില്ല. മുസ്ലിം സമുദായങ്ങൾ അവിടെ ആ രാജ്യത്ത് അവർ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതിന്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ എന്തൊരു മുസ്ലിങ്ങളുണ്ട്, അവരെ ആരെങ്കിലും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവരെ പുറത്താക്കിയല്ല, അവിടെ നിന്ന് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മളെ സഹോദരങ്ങളെ, ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ആണത്. അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. ഇതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയുവാനുള്ളത്. ഓക്കെ, അതിനകത്ത് വിമർശകർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇപ്പം മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് ഇപ്പം മതിയായ രേഖകൾ അങ്ങനെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നു, മതിയായിട്ടുള്ള ചിലപ്പോൾ രേഖകൾ കൈകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെ പുറത്താക്കാനുള്ള ചില നീക്കമുണ്ട്. പിന്നെ ഈ NRC വരാൻ പോകുന്നതിൻ്റെ ഒരു മുന്നൊരുക്കമാണ്. അപ്പോൾ ഒരു മതവിഭാഗത്തെ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കാനുള്ള നീക്കത്തിന്റെ മുന്നൊരുക്കമാണ് ഇതെന്നൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള അങ്ങയുടെ മറുപടി? ഇത് ആരോപണങ്ങൾ നമുക്ക് ഉന്നയിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരു രാജ്യത്ത്, ഏത് രാജ്യത്താണ് നമുക്ക് ആ രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ചുള്ള ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ഒരു രാജ്യത്ത് നിലനിൽക്കുവാൻ സാധിക്കുക? അത് എവിടെയെങ്കിലും സാധിക്കുമോ? നമ്മളിപ്പോ അമേരിക്ക ആയാലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഏത് രാജ്യങ്ങളിലാണെങ്കിലും അവിടെ കുടിയേറ്റത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു രാജ്യത്ത് ഒരു പൗരന് ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ അവിടെ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ നടപ്പാക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും പുറത്തുനിന്നുള്ള ആരും ആയിക്കൊള്ളട്ടെ, നിയമമായി നടക്കണ്ടേ? അപ്പൊ അത് നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ള പലതരത്തിലുള്ള സ്ക്രീനിങ് ഉണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തും കോടതിയുടെ ഭാഗത്തും ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ ഇവർക്ക് കടന്നു പോകാം. അതെല്ലാം കടന്നു പോയതിനു ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഗവൺമെന്റിന് ബോധ്യമാകുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നില്ല എങ്കിലാണല്ലോ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വിഷയം ഉണ്ടാകുക. അതിപ്പോ ഇതുവരെ ഏതായാലും അത് നിലവിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ആരെയും പുറത്താക്കിയിട്ടുമില്ല. പക്ഷെ നിലവിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ല എങ്കിൽ ആ വിഷയങ്ങൾ അതിന് നിയമപരമായ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. കാരണം എല്ലാ രാജ്യങ്ങളിലും അത് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി, ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിലേക്ക് വരികയാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, ഇപ്പം ശ്രീ നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന CA നിയമം, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾ, അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിൽ അഭയം തേടി വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ, അവരെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുക, അവർക്ക് പൗരത്വം നൽകുക എന്നൊരു കാര്യം. എന്നാൽ 2019 ആ കാലഘട്ടത്തിൽ നാം കണ്ടിട്ടുള്ള CA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ
അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട നമുക്ക് സംശയിക്കാൻ സാധിക്കും. അതായത് ഈ ഒരു നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്കറിയാം, ഈ ഒരു നിമിഷം വരെ ഈ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നിന്ന് ഒരു മുസ്ലിമിനും പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കെ ആ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ പേരിൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ? തീർച്ചയായും തീർച്ചയായും ഒരു അജണ്ടയുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു അജണ്ട. മറ്റൊന്ന്, ഇന്ത്യ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ പാകിസ്ഥാനെ പോലെയോ അഫ്ഗാനിസ്ഥാനെ പോലെയോ ഒന്നും ഒരു മതരാഷ്ട്രമല്ല, മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൽ ഒരു മത തീവ്രവാദം വളർത്തിക്കൊണ്ട് ഇവിടെ ഒരു സാമൂഹിക പ്രശ്നം സൃഷ്ടിക്കാനുള്ള ഒരു അജണ്ട, ഈ അജണ്ട കൃത്യമായിട്ടുണ്ട്. ജോർജി, നമ്മൾ മനസ്സിലാക്കുള്ളൂ, ഏത് രാജ്യവുമാകട്ടെ, ബഹുമാനായ സുമിത്ത് പറഞ്ഞതുപോലെ ഏത് രാജ്യവുമാകട്ടെ, നിയമം ഉണ്ടാക്കുന്നതിൽ ഒന്നാമത്തെ പരിഗണന രാജ്യത്തിന്റെ സുരക്ഷ. രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ. രണ്ടാമതെയാണ് ജനങ്ങളുടെ രാജ്യത്തിന്റെ ക്ഷേമം. ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് ഏത് രാജ്യത്താണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുടെ നിയമമാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയാത്ത ഒരു നിയമമാണ്. രാജ്യത്തെ ജനതയെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ഉണ്ടാവുക, കൃത്യമായ രേഖകൾ ഉണ്ടാവുക, അവർ ഈ രാജ്യത്തിന് ദ്രോഹകരമല്ലാത്ത രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അത് ആര് ഭരിച്ചാലും അതൊരു രാഷ്ട്രത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നടപ്പിലാക്കിയ ഈ 2019 നിയമമായി കൊണ്ടുവന്ന ഈ പൗരത്വ നിയമം. ജോർജി, ആരാണ് ഭയപ്പെടുന്നത്? ആരാണ് ഭയപ്പെടുന്നത്? ഇന്ത്യയിൽ അധിവസിക്കുന്ന സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ, അവൻ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, സിഖുകാരനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എന്തിനു ഭയപ്പെടണം? അവൻ ഇന്ത്യക്കാരനല്ലേ, അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സുമിത്ത് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇവിടെ ജനിച്ചു വളർന്ന, അവരുടെ പൂർവികർ ഇവിടെ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ വിഭജന കാലഘട്ടം മുതൽ ഇവിടെ ജീവിച്ചു വരുന്ന പാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ നിയമം ദ്രോഹകരമാവുകയും അദ്ദേഹം രാജ്യം വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അന്നേരം ഭയപ്പെട്ടാ പോരെ? ഇപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ ഭയപ്പെടുന്നത് വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഇപ്പൊ 2 സംസ്ഥാനങ്ങളിൽ, ബീഹാറിലും ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലടക്കം പ്രാദേശിക ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവിടെ ഒരു വിവാദമുണ്ടാക്കി, ഇത്തരം കാര്യങ്ങൾ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ പോലും വിവാദമുണ്ടാക്കി ചില മതസമുദായങ്ങളെ, തീവ്രവാദ ശക്തികളെ കൂടെ നിർത്തി അധികാരത്തിൽ വരാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്നത്. അക്കാര്യത്തിൽ നമുക്ക് അവരെ വിയോജിക്കാതിരിക്കാനാവില്ല. ഏത് കക്ഷിയുമാകട്ടെ, ഏത് പാർട്ടിയുമാകട്ടെ, ഏത് മുന്നണിയുമാകട്ടെ, അവരുടെയും ഒന്നാമത്തെ അജണ്ട ഉണ്ടാവേണ്ടത് ഈ രാജ്യം ഉണ്ടാക്കുന്ന നിയമം പോലെ രാജ്യസുരക്ഷയ്ക്കായിരിക്കണം. രാജ്യസുരക്ഷ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നിയമത്തിനപ്പുറമാണ് രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഇപ്പോ ജോർജ് തന്നെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, എത്രമാത്രം പ്രക്ഷോഭം ഉണ്ടായി ജോർജി. ഈ നിയമം വന്നപ്പം ആശങ്ക പരത്തി എത്രമാത്രം പ്രക്ഷോഭം ഉണ്ടായി. എത്ര സംസ്ഥാനങ്ങളിൽ അതിതീവ്രമായി ഗവൺമെന്റിന്റെ കെട്ടിടങ്ങളും വാഹനങ്ങളും ഒക്കെ കത്തിച്ചു. എത്ര സംസ്ഥാനങ്ങളിൽ ഇന്റർനെറ്റ് നമുക്ക് നിരോധിക്കേണ്ടി വന്നു, വിച്ഛേദിക്കേണ്ടി വന്നു. അത്രമാത്രമൊക്കെ തീവ്രമായ സമരങ്ങളുണ്ടായി. 5 വർഷത്തിൽ 2019 പാർലമെന്റിൽ പാസ്സായെങ്കിലും 2024 ഇതിന്റെ വിജ്ഞാപനം വന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം ഈ വിജ്ഞാപനം വന്നു. എവിടെയെങ്കിലും ഇന്ത്യൻ പൗരന് അവന്റെ അവകാശം നിഷേധിക്കപ്പെട്ടോ? ഇല്ല. പിന്നെ വളരെ വ്യക്തമായിട്ട് ബഹുമാനായ സുമിത്ത് പറഞ്ഞല്ലോ, ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിരിക്കുന്നവർക്ക് ഒരു റീസണുണ്ട്. ആ റീസൺ ഒന്ന്, അവരുടെ രാജ്യത്ത് അവർക്ക് സുരക്ഷ ഉണ്ടാവുന്നില്ല. പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും അവിടെ അവർക്ക് സുരക്ഷ ഉണ്ടാകുന്നില്ല. അവരുടെ ജീവിതം അവിടെ വളരെ ബുദ്ധിമുട്ടാകുന്നു. അവരുടെ അഭയം തേടി അഭയാർത്ഥികളായി അവർ ഇവിടെ കുടിയേറിയവരാണ്. അവർ പഴയ ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരുടെ പൂർവികരുടെ മക്കളാണ്. അവരെ നമ്മൾ സ്വാഗതം ചെയ്തു. അവിടെ ജീവിക്കാനാവാത്ത സാഹചര്യം കൊണ്ട് ഇവിടെ വന്നവരാണ്.
എന്നാൽ ഈ പറഞ്ഞ വിവാദം സൃഷ്ടിക്കുന്ന സമുദായത്തെ ഉണ്ടല്ലോ, ഒരു സമുദായത്തെ മുൻനിർത്തിയാണല്ലോ വിവാദം സൃഷ്ടിക്കുന്നത്. ആ സമുദായത്തിൽപ്പെട്ടവർക്ക് അവിടെ എന്ത് പീഡനം ഉണ്ടായിട്ടാണ് അവർ ഇന്ത്യയിൽ അഭയം തേടിയത്? ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെങ്കിലല്ലേ മറ്റൊരു നാട്ടിൽ പോകേണ്ടതുള്ളൂ, അല്ലെ? ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് എന്തിനു വേണ്ടിയാണ്, എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ്, അവിടെ ജീവിക്കാനാവാത്ത എന്ത് സാഹചര്യത്തിന്റെ പേരിലാണ് ഒരു മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി ഇന്ത്യയിൽ അഭയം തേടേണ്ടി വരുന്നത്? അങ്ങനെ സാഹചര്യം ഇല്ലല്ലോ. അവിടെ ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, സിഖുകാരൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, അവിടുത്തെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, നിർബന്ധിതമായി മതപരിവർത്തനം നടത്തപ്പെടുന്നുണ്ട്, നിർബന്ധിതമായി വിവാഹം നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളുടെ ജീവിക്കാൻ പറ്റാത്ത സമൂഹമാണ് തങ്ങളുടെ മാതൃരാജ്യത്ത് വന്ന് അഭയം തേടുന്നത്. അവരെ സംരക്ഷിക്കുകയല്ലേ നമ്മുടെ കടമ. എന്നാൽ ഇവിടെ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്, അത് ആ പീഡനത്തിന്റെ പ്രശ്നത്തിലല്ല. അങ്ങനെ ചില മറ്റു ലക്ഷ്യങ്ങളോടുകൂടി വരുന്നവരെ സംരക്ഷിക്കണം എന്ന ആർക്കാണ് നിർബന്ധം? അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ? അത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുണകരമാണോ? ജോർജി, ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഷെക്കേന ഈ വിഷയം ചർച്ച ചെയ്തത് വളരെ പ്രസക്തം. അതായത് പല മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യം പറഞ്ഞതല്ല, പ്രതിപക്ഷ കക്ഷികളുടെ കാര്യം പറഞ്ഞതല്ല, പല മാധ്യമങ്ങളും ഈ വിഷയത്തെ എങ്ങനെ ഒരു വർഗീയവൽക്കരിക്കാം, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാം, അതിനുള്ള ശ്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അധികാരം കിട്ടാം എന്നത് മാത്രമായി അവരുടെ ലക്ഷ്യങ്ങൾ ചുരുങ്ങുന്നതിന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമം ഇന്ത്യയിൽ അധിവസിക്കുന്ന ഒരു സാധാരണക്കാരനും ദ്രോഹകരമല്ല, ഒരു ന്യൂനപക്ഷത്തിനും ദ്രോഹകരമല്ല, ഒരു മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഒരു മുസ്ലിം സഹോദരന്റെയും സഹോദരിയുടെയും ഒരവകാശങ്ങളും നിഷേധിക്കുന്നതല്ല ഈ നിയമം. ഇതിനെ എതിർക്കുന്നവര് അങ്ങനെ നിഷേധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കണം, അത് ചർച്ച ചെയ്യപ്പെടണം, അത് പരിഹരിക്കപ്പെടണം. അല്ലാതെ ആശങ്ക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ ഇവിടെ പല കേസുകളിലും പിടിക്കപ്പെടുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതിഥി തൊഴിലാളി, അന്യ സംസ്ഥാനത്ത് വന്നവരെന്നൊക്കെ പറയും. ബഹുമാനായ TP സെൻകുമാർ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി ബംഗാളി എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട പ്രതികൾ അവര് ബംഗ്ലാദേശികളാണെന്ന് കൃത്യമായ തെളിവുകൾ ഉണ്ടായി. ആ ബംഗ്ലാദേശിലെ അതാത് രാജ്യത്തേക്ക് തിരിച്ചയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന് അദ്ദേഹം കത്തുകൊടുത്തൊരു കാര്യം. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ളവർ ഇവിടെ അധിവസിക്കുന്നുണ്ടെന്നുള്ളത് തെളിവല്ലേ? ബംഗ്ലാദേശിൽ നിന്നും അങ്ങനെ എന്തിനാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നത്? അവിടെ എന്ത് പീഡനമേറ്റിട്ടാ? അവരുടെ രാജ്യത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. അവിടെ നിന്ന് ജീവിക്കാനാവാതെ വരുന്നവരെ, അഭയാർത്ഥികളായിട്ട് വരുന്നവരെ, അവരെ നമ്മുടെ സഹോദരങ്ങളായി കാണുന്നു, അവരെ സംരക്ഷിക്കണം. അതല്ലാതെ അവരുടെ രാജ്യത്തിന് അവർക്ക് സുഖം പോരാ, ജീവിക്കാൻ സാഹചര്യം പോരാ, അവരുടെ രാജ്യം പോരാ, അവിടുത്തെ ഭരണം പോരാ എന്നും പറഞ്ഞ് മികച്ച രാജ്യമായ ഇന്ത്യയിലേക്ക് അവർ കുടിയേറി വന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ടോ? ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടോ? ഇന്ത്യൻ ജനതയ്ക്കുണ്ടോ? അത്തരക്കാരെ സംരക്ഷിക്കണമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ. ഇപ്പൊ ഞാൻ BJP ഭരിക്കുന്നത് BJP അനുകൂലിക്കുന്നതല്ല, ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജനദ്രോഹപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അതിനു പകരം രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ പറയാതെ ഒരു സമുദായത്തെ പ്രകോപനം സൃഷ്ടിച്ച് രംഗത്ത് കൊണ്ടുവരുന്നത് രാജ്യവിരുദ്ധമാണ്. അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. ഇത് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയണം, പശ്ചിമ ബംഗാളിലെ മമത തിരിച്ചറിയണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കക്ഷികൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹത്തിന്റെ ആ നിർവചനത്തിലേ പെടുകയുള്ളൂ. ഈ രാജ്യത്ത് സാധാരണപ്പെട്ടവൻ സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരു ക്രൈസ്തവന് ഈ രാജ്യത്തിന്റെ നിയമം ദ്രോഹകരമാകുന്നുവെങ്കിൽ, ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ രാജ്യത്തിന്റെ നിയമം ദ്രോഹകരമാകുന്നുവെങ്കിൽ അതിലിടപെടണം, അതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ ആർക്കും ദ്രോഹകരമാകാത്തൊരു നിയമം വ്യക്തമായി അവർ ചൂണ്ടിക്കാണിക്കട്ടെ എന്താണ് പ്രശ്നം എന്നുള്ളത്. അതല്ല ജോർജി മര്യാദ. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ഈ വിവാദങ്ങളും ഒക്കെ രാഷ്ട്രീയ താല്പര്യത്തോടെയാണ്. അത് മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അവർ വേറെ വിഷയമായിട്ട് പോകും. അപ്പുറത്തേക്ക് വലിയ കൊടുങ്കാറ്റായിട്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്.
വ്യക്തമാണ്. ഞാൻ അമലിലേക്ക് വരികയാണ്. അമൽ, നമ്മൾ മറ്റൊരു ആംഗിൾ ഇത് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമുക്കറിയാം, ഈ പൗരത്വം ലഭിക്കുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹൈന്ദവർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, സിഖ്, ജൈന മതത്തിൽപ്പെട്ടവർ, അവിടെ പീഡനത്തിൻ്റെ പേരിൽ ഇവിടെ ഇന്ത്യയിൽ അഭയം തേടി വന്നവർക്ക് പൗരത്വം ലഭിക്കുന്ന ഒരു അവസ്ഥ. ഈ CA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ എന്തുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്നൊരു കാര്യം ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കൂട്ടർ തന്നെയാണ് ഗാസയിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, പാലസ്തീൻ ജനത വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നതും ഈ CA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന സോക്കോൾഡ് മനുഷ്യാവകാശ ലംഘനത്തിൽ പ്രതിഷേധിക്കുന്നവർ എന്തുകൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലും ഇസ്ലാമിക ഭരണകൂടങ്ങളാണ് അവിടെ ഭരണം നടത്തുന്നത്, അവിടെ പീഡനമേൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല? അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ അമൽ ശ്രീക്ക്? തീർച്ചയായിട്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മതങ്ങളിലെ സാഹോദര്യം എന്താണെന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ ക്രിസ്തു മതത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികൾ നോക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മത വേർതിരിവോ ജാതി വേർതിരിവോ അല്ലെങ്കിൽ വർണ്ണ വേർതിരിവോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ വേർതിരിവോ പോലും ഇല്ലാതെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക, അങ്ങനെ ഒരു മനോഭാവമാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിനൊക്കെ പ്രതികരിക്കുക, അതിന് നീതി നേടിക്കൊടുക്കുക, ഇതൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ വിഷയമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതേസമയം മറ്റു ചിലരെ സംബന്ധിച്ച് അവരുടെ സാഹോദര്യം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ മതത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെയൊക്കെ ഫലമാണ് പലപ്പോഴും ഇപ്പം അങ്ങ് പറഞ്ഞ ഈ ഗാസ വിഷയവും പാലസ്തീൻ വിഷയവും അങ്ങനെയുള്ള ചില വിഷയങ്ങളിലുള്ള സെലക്റ്റീവ് പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുക. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അതായത് ഇപ്പം ജെറുസലേമില് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പാലസ്തീന്റെ അല്ലെങ്കിൽ ഗാസ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവിടെ വിഷയത്തിന്റെ കാമ്പ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ ഒരു കുഞ്ഞ് അവിടെ മരിച്ചു എന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് വ്യാജമാണോ സത്യമാണോ എന്ന് പോലും നോക്കാതെ തന്നെ ഒരു കുഞ്ഞ് മരിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തിക്ക് വേണ്ടി ചാടി ഇറങ്ങുന്നവരാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ. അതായത് അവിടെ സത്യം എന്താണെന്നുള്ളതല്ല, ഒരാൾ വേദന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ വേദനിക്കുന്നതിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു പൊതുബോധ സൃഷ്ടിയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. പക്ഷെ അതേസമയം മറ്റു ചില മതങ്ങളിലെ ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ ആളാണോ അല്ലെങ്കിൽ അവരുടെ സംവിധാനമാണോ എന്ന് ഒരു ലേബൽ നോക്കിയിട്ടാണ് പലപ്പോഴും പ്രതികരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഇപ്പൊ നൈജീരിയയിൽ ഈ മാസങ്ങളിൽ തന്നെ, ഈ കഴിഞ്ഞ മാസം ഒരു 6 മാസം കാലയളവ് എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത്. നൈജീരിയ പോലുള്ള പ്രദേശത്ത് കൊല്ലപ്പെടുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തായിട്ട് കൊല്ലപ്പെടുന്നു, പൗരസ്ത്യ നാടുകളിൽ പലയിടത്തായിട്ട് കൊല്ലപ്പെടുന്നു. പക്ഷെ അവിടെ ഒന്നും കൊല്ലപ്പെടുന്ന ഒരു വ്യക്തികളെ പോലും ഇവിടെ പരാമർശിക്കാനോ അവരുടെ വേദനയിൽ പങ്കുചേരുവാനോ ഇവിടുത്തെ പൊതുസമൂഹ സൃഷ്ടി എന്ന് പറയുന്ന ഒരു മാധ്യമങ്ങളാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ ഇവിടെയുള്ള സംഘടനകളാകട്ടെ അവിടെ ശ്രമിക്കുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം. സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവരൊക്കെ എടുക്കുക. അത് പലപ്പോഴും ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഇപ്പം ഒരു ഗാസയിലെ വിഷയം, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കലാലയങ്ങളില് ഈ കഴിഞ്ഞ കാലയളവില് കലാലയങ്ങളില് ഗാസയെ അല്ലെങ്കിൽ ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ വരുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു, സ്റ്റേജുകൾക്കൊക്കെ ആ പേരിടുന്നു. എന്തുകൊണ്ട് ഇക്കാലഘട്ടവും ഈ നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ക്രൈസ്തവ പീഡിത മേഖലകളിൽ നിന്നുള്ള ഒരു ഗാനമോ പരിപാടികളോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് ഒരു പേരോ പോലും ഇവിടെ വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അത്രമാത്രം സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ നാടുകളിലൂടെ കടന്നു പോകുന്നുള്ളത്. അതിന്റെ ജാഗ്രത അല്ലെങ്കിൽ അതിന്റെ അപകടം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ വലുതാണ്. എത്രമാത്രം ജാഗ്രത പുലർത്തണം എന്നുള്ളത് എല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഒരു തത്വം തന്നെയാണ്. മാത്രമല്ല, നേരത്തെ ഒരു സാർ സൂചിപ്പിച്ചു, അതായത് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പം അവർക്കുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ അവരിവിടെ ചെയ്തു പോകുന്നു. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നാണോ വരുന്നത്, വെസ്റ്റ് ബംഗാളിൽ നിന്നാണോ വരുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്ത ഇവിടെ പങ്കുവെച്ചു. അതായത് അങ്ങനെ ഒരു കാര്യം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആ ഒരു വിഷയം സംബന്ധിച്ച് പറഞ്ഞു. ശരിക്കും പറയാം, ഞാൻ കുറച്ചു നാളിങ്ങനെ ഈ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പം അവരുടെ ആ ഒരു പ്രവർത്തന സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ ഇവരെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഇവരുടെ സ്ഥലം ഞാൻ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ ചോദിക്കുന്ന സമയത്ത് ഇവര് പറയുന്ന ഒരു പേര് മുർഷിദാബാദ് എന്നാണ് പറയുന്നത്, മുർഷിദാബാദ്. ഇപ്പം ഏകദേശം ഞാൻ നോക്കിയിട്ട് ഒരു മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ആൾക്കാര്, അല്ലെങ്കിൽ തന്നെ കോട്ടയത്ത് തന്നെ പല ചങ്ങനാശ്ശേരി ഭാഗത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ഇത്തരത്തിലുള്ള ഈ സഹോദരങ്ങളെ കണ്ടപ്പോൾ ഞാൻ പലരോടായിട്ട് നമ്മുടെ മുറി ഹിന്ദിയിലൊക്കെ ഇങ്ങനെ ഇവരുടെ സ്ഥലവും സ്ഥാനങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഇവര് നല്ലൊരു ശതമാനം, ഏകദേശം ഒരു 90% എനിക്ക് കിട്ടിയത് ഈ മുർഷിദാബാദുകാരെയാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഗൂഗിളിൽ എവിടെയാണ് ഈ മുർഷിദാബാദ് എന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് ഈ വെസ്റ്റ് ബംഗാൾ ബോർഡർ ആണ്. അതായത് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബോർഡർ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമാണ് ഈ മുർഷിദാബാദ് എന്ന് പറയുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് മതിൽ ചാടി കഴിഞ്ഞാൽ നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാണ് കയറുന്നത്. അപ്പം അങ്ങനെയുള്ള ബംഗ്ലാദേശുമായിട്ട് തുറന്നു കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു മേഖലയാണ് ശ്രീകാരം മുർഷിദാബാദ്. അതുകൊണ്ട് തന്നെ ഈ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ മുർഷിദാബാദ് എന്ന് പറയുമ്പോഴും അതിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്നാകാനായിട്ടാണ് നല്ലൊരു സാധ്യത എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പല ദേശീയ മാധ്യമങ്ങളും പലരും തന്നെ ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് പൂഴ്ത്തിവെക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ അധികം ശ്രദ്ധയില്ലാതെ മുന്നോട്ട് ഇന്നും പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം അത്രമാത്രം ഒരു അന്യ രാജ്യക്കാർ ഇവിടെ വന്ന് ജോലി എടുക്കുന്നു, അതിന്റെ തീവ്രത മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും നമ്മുടെ കേരള സംസ്ഥാനത്തിലുടനീളം നമ്മൾ കാണുക. ഇനി മാത്രമല്ല, മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കാനായിട്ട്, ഈ സൗജന്യ, അതായത് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ കൊറോണ കാലഘട്ടത്തില് അന്ന് ഈ സൗജന്യ റേഷന്റെ ഒരു സാഹചര്യം വന്നായിരുന്നല്ലോ. കാര്യം എല്ലാവരും വീടുകളിലാണ്, ആർക്കും അരി മേടിക്കാനുള്ള സാഹചര്യം ഇല്ല, അങ്ങനെ വന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന നമ്മുടെ ഈ ഡോക്ടർ ഫസൽ ഗഫൂർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ അവരെല്ലാം വാതോരാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് സൗജന്യ റേഷൻ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടും അതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ മുഴുകിയും അതിനുവേണ്ടി വാതോരാതെ വാദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ കണ്ടു നിന്ന സമയത്താണ് ഇതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മഠത്തിലെ സിസ്റ്റർ പറഞ്ഞ്, എടാ ഞങ്ങൾക്കൊന്നും റേഷൻ കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്നും റേഷൻ കാർഡ് ഇല്ല, പെർമിറ്റ് കൊണ്ടുണ്ടായിരുന്നു, ആ പെർമിറ്റ് ഒക്കെ നിർത്തലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഞാനിത് ചോദിച്ചപ്പോഴാണ്, ശരിയാണ്, ഇവർക്ക് റേഷൻ കാർഡ് ഇല്ല, അപ്പൊ റേഷൻ കാർഡ് ഇല്ലാതെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ റേഷൻ കിട്ടത്തില്ല. അപ്പൊ ഇത് ഞാൻ അന്വേഷിക്കാനായിട്ട് ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. അന്ന് തിലോത്തമൻ സാറിന്റെ ഓഫീസിൽ ഞാനന്ന് വിളിച്ചിട്ട്, അന്ന് ഈ സിസ്റ്റേഴ്സിന് സൗജന്യ റേഷൻ കിട്ടാൻ സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് റേഷൻ കൊടുക്കുന്നില്ല, അതൊന്ന് അന്വേഷിക്കാനായിട്ട് വിളിച്ച സമയത്ത് അവിടുന്ന് എന്നോട് കിട്ടിയ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പരാതി, അതായത് ഇവർക്ക് ഇങ്ങനെ റേഷൻ കാർഡ് ഇല്ല എന്നൊരു പരാതി ഇന്ന് വരെ ആ ഭക്ഷ്യവകുപ്പിലേക്ക് വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ന് വരെ ഭക്ഷ്യവകുപ്പിലേക്ക് ഇതുപോലെ ഒരു പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് അവർക്കെല്ലാം റേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾ ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് എന്റെ കുറെ ശ്രമഫലമായിട്ടാണ് അന്ന് മറ്റേ സൗജന്യ റേഷൻ ഒക്കെ സിസ്റ്റേഴ്സിനൊക്കെ അനുവദിക്കുകയും പിന്നീട് റേഷൻ കാർഡ് നമുക്കൊരു ഇൻഡിവിജ്വൽ റേഷൻ കാർഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പിന്നെ അതിലേക്ക് മുന്നോട്ട് പോവുകയും അവർക്ക് ഇന്ന് റേഷൻ കാർഡും റേഷനൊക്കെ ലഭ്യമാകുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്ന ഇതാണ്, അന്ന് നമ്മുടെ നാട്ടില് ഇവിടെ കരമടച്ച് ഇവിടെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുക, ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തികൾക്ക് പോലും റേഷൻ കിട്ടാതെ ഒരു കാലഘട്ടത്തില് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കാനായിട്ടൊരു സംവിധാനം കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പല പ്രോഗ്രാംസ് വെക്കുന്നു, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി പരിപാടികൾ വെക്കുന്നു, അവരുടെ വെൽഫെയറിന് വേണ്ടി മറ്റു പരിപാടികൾ വെക്കുമ്പോഴും അവർക്ക് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് പോലും വർഷങ്ങളായിട്ട് പൂഴ്ത്തി വെക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. ഇതേസമയം ഈ ക്രിസ്ത്യാനികളുടെ കമ്മീഷന് വേണ്ടി പഠിച്ച ഒരു ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു സംവിധാനമായിട്ടുള്ള മൈനോറിറ്റി കമ്മീഷന്റെ തന്നെ അംഗങ്ങള് 2019 പഠിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് ഇന്ന് വരെ കേരള സർക്കാർ അവർ സമർപ്പിച്ചിട്ടില്ല. അപ്പം അത്രമാത്രം ഇവിടെ ജനിച്ചു വളർന്ന ക്രൈസ്തവന് വേണ്ടിയോ ഒന്നും തന്നെ ശബ്ദമാകാനായിട്ട് മടിക്കുന്ന ഒരു ഭരണകൂട സംവിധാനം, അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ നിന്നുള്ള പൈസ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി പല പല ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ എത്രമാത്രം വിരോധാഭാസത്തില് മതത്തിന്റെ ഒരു കലർച്ച ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോയിട്ട് ഇതിനകത്ത് കാര്യമില്ലെന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ CAA ഒരു ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ടാണ് വാദിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് നടപ്പിലായത് കൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുക എന്നുള്ളത്. ചുമ്മാ നമ്മൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചാലും മനസ്സിലായി. ഇപ്പൊ അടുത്ത കാലത്താണെങ്കിൽ പാകിസ്ഥാന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് ഈ ഡാനിഷ് കനേറിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇഷ്ടം പോലെ തവണ കേൾക്കുന്ന ഒരു പേരാണ് ഈ ഡാനിഷ് കനേറിയ.
അപ്പൊ അന്നത്തെ പാകിസ്ഥാനിലെ പ്രഗത്ഭനായ ഒരു ക്രിക്കറ്റർ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന് പറയുകയാണ്, ഞാനൊരു മുസ്ലിം ഇതര മതക്കാരനായതുകൊണ്ട് എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ അവിടുന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും കരിയറിനെ അത് ബാധിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം വിവരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ കളിക്കാൻ വന്നതും കളിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില ക്രിക്കറ്റേഴ്സ് ഇതുപോലെ തന്നെ ഒരു ഇസ്ലാമൈസേഷന്റെ ആ ഒരു പ്രൊപ്പഗണ്ട ഈ പാകിസ്ഥാൻ ക്രിക്കറ്റുകാരിൽ നിന്നൊക്കെ ഉണ്ടായതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം പ്രസിദ്ധമായ ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമൈസേഷൻ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഒരു അപകടം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള താഴെക്കിടയിലുള്ള ആളുകൾ അത് എന്തുമാത്രം അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും. അവിടെ ഒരു ക്രിസ്ത്യൻ മന്ത്രി പോലും ഒരു അതിദാരുണമായ ഒരു വിഷയത്തിൽ പെട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും അതിന്റെ പ്രക്ഷോഭങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലമായിട്ട് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അവിടെയുള്ള ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സീവേഴ്സിൽ അങ്ങനെയുള്ള ഈ തൊഴിലാളികളായിട്ടാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളെ പലപ്പോഴും മുദ്ര കുത്തുകയും അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ തൊഴിലാളി അപകടത്തിൽപ്പെട്ടതിനെ രക്ഷിക്കാനായിട്ട് 2 ക്രിസ്ത്യൻ തൊഴിലാളികൾ അവിടെ ഈ വേസ്റ്റ് സീവറിൽ പോവുകയും അവസാനം ഈ 3 പേരും കൊല്ലപ്പെടുന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ച ഒരു ആകാശ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ, അദ്ദേഹം ഒരു പള്ളിയിൽ ബോംബ് വെക്കാനായിട്ട് അല്ലെങ്കിൽ ബോംബുമായിട്ട് പള്ളിയിലേക്ക് ചാടി വന്ന ഒരു ഭീകരവാദിയെ തടഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ട് ആയി മാറിയ ഒരു വ്യക്തിയാണ് കത്തോലിക്ക സഭയിൽ. അപ്പം അങ്ങനെയൊക്കെ ആളുകളുമെല്ലാം ഇവിടെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ തുറന്നു കാണുന്നതാണ്. എന്നിട്ടും പലപ്പോഴും പലർക്കും ഈയിടെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ഈ മൈനോറിറ്റീസ് അഭിമുഖീകരിക്കുന്ന വിഷയത്തെ പറ്റി അവർക്ക് ചർച്ചയില്ല. അവർക്കതൊരു വിഷയമല്ല. അവരെ സംബന്ധിച്ചോളം മുസ്ലിങ്ങളെയും ആ ഒരു ഗണത്തിൽ മൈനോറിറ്റി എന്ന കൺസെപ്റ്റിന് പുറത്തായിട്ട് വേണം ഇതുപോലെയുള്ള CAA എന്ന ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കാൻ എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. അപ്പൊ എന്നാൽ ഇതേ സമയം നമ്മുടെ ഈ EWS പറയുന്ന പോലെയാണ്, അതിനകത്തും മുസ്ലിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദമായിട്ട് ഉന്നയിക്കുന്ന ആ ഒരു പ്രവണത തന്നെയാണ് ഇവിടെയും. എല്ലായിടത്തും മതത്തിന്റെ പേരിൽ തങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുമ്പം അതിന്റെ അപകടം ബാക്കിയുള്ളവർ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യമായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ ഈ മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ നോൺ മുസ്ലിംസിന്റെ വളർച്ചാ നിരക്ക് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു വിശകലനം നടത്തുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഏകദേശം ഇന്നിപ്പം 99.7% മുസ്ലിംസ് ആണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. 99.7% മുസ്ലിംസ്. 0.3 ഉള്ളൂ അതർ റിലീജിയസ് ഈ കാലഘട്ടത്തിൽ. നമുക്ക് പഴയ കാലഘട്ടമൊക്കെ അറിയാം, അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ. പക്ഷെ ഇന്നിപ്പോ താലിബാന്റെ ഒക്കെ ഭരണകൂട സംവിധാനത്തില് ഒരു തുറന്ന തീവ്രവാദ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഭരണകൂട സംവിധാനത്തിൽ എത്രമാത്രം അവിടുത്തെ ന്യൂനപക്ഷങ്ങള് പരിരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു ചുമ്മാ നമ്മളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും അതിനൊന്നും ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ബംഗ്ലാദേശിലാകട്ടെ ഏകദേശം 1951 അവരുടെ സെൻസസ് പ്രകാരം 77% മുസ്ലിംസും ബാക്കിയുള്ള നോൺ മുസ്ലിംസും ആയിരുന്നു. അതേസമയം ഇപ്പോഴാകട്ടെ 91% അവിടുത്തെ മുസ്ലിംസ്, 9% മാത്രമേ ഉള്ളൂ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷമൊക്കെ ഇവിടെ നടമാടുമ്പോൾ ഇവിടെ ഭീകരമായിട്ടൊരു ന്യൂനപക്ഷ വിഭാഗത്തെ തൃണവൽക്കരിക്കാൻ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പല പരിശ്രമങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പാകിസ്ഥാനിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്ന ഒരു വിഷയം വന്നതും ആ പെൺകുട്ടിയുടെ കുറെ ആ പെൺകുട്ടി നേരത്തെ പാട്ട് പാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്ന് കുറെ വൈറലായിട്ടും ആ പെൺകുട്ടിക്ക് വേണ്ടി മരിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി കുറെ ബാനറുമായിട്ട് കുറെ ക്രിസ്ത്യാനികളൊക്കെ രംഗത്തിറങ്ങിയതും അവരുടെ വഴികളിലൊക്കെ ഇറങ്ങിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തില് ഈ ചെറിയ പെൺകുട്ടികളെ പോലും മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പോലും മതം മാറ്റി കല്യാണം കഴിപ്പിച്ച് മറ്റു വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയെല്ലാം ആ നാടുകളിലൊക്കെ നടക്കുമ്പോഴും ഈ ഭീകരവാദ പ്രസ്ഥാനം വളരുമ്പോഴും ഒക്കെ അവിടെയെല്ലാം ഇവിടെയുള്ള പൊതുധാരയിലുള്ള നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു മൗനമാണ് പാലിക്കുന്നത്. അതേസമയം തന്നെ അവർക്ക് പ്രീതി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിഞ്ഞ ഇടയ്ക്ക് ഗഫൂർ സാർ പറഞ്ഞ പോലെ ഈ ചാനലുകാരെല്ലാം ഞങ്ങളുടെ ആൾക്കാരാണ്, കാരണം എന്റെ കോളേജിലെ പരിപാടികൾക്കും
എന്റെ സ്ഥാപനങ്ങളിലെ പരിപാടികൾക്കും എല്ലാം ഈ ചാനൽ ചർച്ചകളിൽ വന്ന് അവതാരകരായിട്ട് ഇരിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ വിളിക്കാറ്. അപ്പൊ അവര് വന്ന് അവിടെ അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവരെല്ലാം നമ്മുടെ ആൾക്കാരാണ്, നമുക്ക് വേണ്ടിയാണ് അവരെല്ലാം സംസാരിക്കുന്നതെന്ന് ഒരു തുറന്ന വേദിയിലല്ല, അവരുടെ തന്നെ ഒരു വേദിയിൽ വസൽ ഗഫൂർന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പം അത്തരത്തില് ഒരു പ്രീണിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുമെന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ പൊതു മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം മാറുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരന്റെ നീതി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനം എത്രമാത്രം അപകടകരമായ നിലയിലേക്കാണ് പോവുക, എന്തുമാത്രം ഒരു എന്താ പറയാ മതപരമായിട്ടുള്ള ഒരു വിവേചനം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു വർഗീയ വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമായിട്ട് പലപ്പോഴും നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഈ വേർതിരിവ് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറയും മറ്റുള്ളവരാണ് ഈ വേർതിരിവ് ഉണ്ടാക്കുന്നത്, വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഇരവാദം അവരവിടെ ഉന്നയിക്കുന്നതും പലപ്പോഴും പല വേദികളിലും സംഭാഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നതുമാണ്. യെസ്, വ്യക്തമാണ്. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് ശ്രീ സുമിത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യ പഴയ ഇന്ത്യയല്ല, വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നമുക്കറിയാം 2014 ശേഷം കേന്ദ്ര സർക്കാർ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. അതിൽ പല വിവാദപരമായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ട്, പല നടപടികളും ഉണ്ട്. ഇപ്പോൾ മുത്തലാഖ് പോലുള്ള നിയമങ്ങൾ, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയിട്ടുള്ള ആ ഒരു കാര്യം, വഖഫ് ബില്ല്, നമ്മൾ ചർച്ച ചെയ്ത CA പൗരത്വ ഭേദഗതി ബില്ല്, അത്തരത്തിലുള്ള ബില്ലുകൾ. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറം നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബില്ലിലൂടെ സംഭവിച്ച നന്മ അല്ലെങ്കിൽ ആ ബില്ലിൻ്റെ പ്രസക്തി കൃത്യമായിട്ടും ഭാരത ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് എന്ന് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും ഉത്തരമുട്ടാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിൽ ഈ 370 ഒക്കെ എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ സംഭവിച്ച നന്മകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് രാജ്യത്തിൻ്റെ യശസ് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് അത് ഒട്ടും തന്നെ ഭൂഷണമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയം, അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ എത്രത്തോളം ഒരു ഭീഷണിയാണ് ഈ പ്രക്ഷോഭങ്ങളുടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ? ശ്രീ സുമിത്. ഇത് ഇപ്പോ നമ്മൾ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ കേരളത്തിലാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ഈ രാജ്യ സുരക്ഷയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത ഈ കുറെ കാലഘട്ടത്തിനുണ്ട് ഇടയ്ക്ക് ഇവിടുന്ന് നമ്മൾ എത്രയോ തീവ്രവാദ ഗ്രൂപ്പുകളെ, എത്രയോ ആളുകളെ നമ്മുടെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി. അത് ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ശക്തമായ ഒരു നടപടി എടുത്തുകൊണ്ട് അവരെക്കെതിരെ നിയമപരമായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാണ് കേന്ദ്ര സർക്കാർ അതെടുത്തപ്പോ അവര് ഇവിടെ ഇത്തരത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ഗ്രൂപ്പുകൾ അവര് ചെതറിയിട്ട് അവരിപ്പോ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് അവര് ഇപ്പോൾ എന്നാ പറയാ ഒരു ഗറില്ല യുദ്ധം എന്നുള്ള നിലയ്ക്ക് നിന്നിട്ട് അവര് പിൻവലിഞ്ഞു നിന്ന് പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. അവര് സ്വല്പം മറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ രാജ്യത്ത് ആകമാനം ഇത്തരത്തിൽ BJP സർക്കാർ ഇപ്പോ 370 കാര്യം പറഞ്ഞു. ഇപ്പോ രാജ്യത്ത് നമ്മൾ കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഒരു സംസ്ഥാനം, അവിടെ നമ്മുടെ പതാക പോലും ഉയർത്തുവാനാവാത്ത തരത്തിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അവിടെ ബാധകമല്ലാത്ത തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവന്ന് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി ഈ കഴിഞ്ഞ 60 വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി അവിടെ അങ്ങനെ ഒരു പ്രത്യേക സംസ്ഥാനത്ത് പ്രത്യേക പദവി കൊടുത്ത് അവിടെ ഇന്ത്യക്കാരൻ ചെന്നാൽ അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ അവര് ഒരു കടന്നുകയറ്റക്കാരാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവർ പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച ഒരു നമ്മുടെ പിന്നിലുള്ള സർക്കാരുകളാണ്. അപ്പൊ അതിനെ മാറ്റം വരുത്തിക്കൊണ്ട് ശക്തമായ ഒരു നിലപാടെടുത്ത് ആ ആർട്ടിക്കിളിന് മാറ്റം വരുത്തി അവിടെ നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ട് ശരിക്കും വളരെ ശക്തമായ നിലപാടുകളാണ്. ഇപ്പൊ മുത്തലാഖ് പോലത്തെ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമുക്കറിയാം സ്ത്രീകള്, ഞാൻ അവരുമായിട്ട് പലപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് അവർ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും അവർക്ക് ഈ മുത്തലാഖ് പോലെ നിയമങ്ങളൊക്കെ അത് മാറ്റം വരുത്തിയപ്പോ അവരിലെ സ്ത്രീജനങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഇത്രയും നടന്ന സംവിധാനമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വൺ സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ പൗരത്വ നിയമം വന്നപ്പോഴാണെങ്കിലും ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയാം, നമ്മളിപ്പോ ഒരു സ്ഥലം നമ്മൾ വാങ്ങിച്ചാൽ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ ആ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ അതിര് കൃത്യമാക്കി അളന്ന് തിരിച്ച് പറ്റുമെങ്കിൽ
അത് വലിയ ഏരിയ അല്ലെങ്കിൽ അതിന് തിരിച്ചൊരു മതിൽ കെട്ടി കൃത്യമാക്കി അളന്ന് തിരിച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. രണ്ടാമത് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഒരു വലിയ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ അതിര് കൃത്യമായിരിക്കുകയും അവിടെ കടന്നു കയറിയിട്ടുള്ള നമ്മുടേതല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അത് അവരെ ബോധ്യപ്പെടുത്തി നിയമപരമായ മാർഗങ്ങളിലൂടെ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഏത് രാജ്യവും ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യാതിരുന്ന് ഇവരാണ് തെറ്റുകാർ. ഈ കോൺഗ്രസും അതുപോലെ തന്നെ അതിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷവും പോലത്തെ സംവിധാനക്കാരാണ് അതിന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്ത് ഈ രാജ്യത്തെ നാശത്തിലേക്ക് നയിച്ചവർ. അത് ചൂണ്ടിക്കാണിക്കുകയും അതിന് കൃത്യമായ നടപടി എടുക്കുകയും ചെയ്ത് ഇപ്പൊ കാശ്മീരിന്റെ വിഷയമാണെങ്കിലും CAA വിഷയത്തിലാണെങ്കിലും ഈ നിലപാട് ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് അതിന്റെ എന്താ പറയാ, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും രാജ്യത്ത് എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഇത് നടപ്പിലാക്കുമെന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഫലമാണ്. ഇപ്പൊ നമ്മള് നോട്ട് നിരോധനം ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ ബാക്കി പല കാര്യങ്ങളിലും ഇത്തരത്തിലൊക്കെ പല പല കമന്റുകൾ നമ്മളിവിടെ കേട്ടിട്ടുണ്ട്. രാജ്യത്തെ തകർത്തു, രാജ്യത്തെ പിന്നോട്ടടിച്ചു എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം അത് അങ്ങനെ ഒരു നിലപാട് അന്ന് എടുത്തതിന്റെ പിന്നിലുള്ള എന്തായിരുന്നു അതിന്റെ കാര്യകാരണം നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇവിടെ ഈ നമ്മൾ ഏതെങ്കിലും ഒരു തീവ്രവാദ സംവിധാനത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അത് പൂർണ്ണമായും മുസ്ലിം സമൂഹത്തിനെതിരെയാണ് എന്ന് പറഞ്ഞു പരത്തിക്കൊണ്ട് ആ സമൂഹത്തെ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തിരിച്ചുകൊണ്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വളരെ കൃത്യമായ ഒരു ആസൂത്രണം കോൺഗ്രസും അതുപോലെ തന്നെ LDF നടത്തുകയാണ്. എല്ലാ കാലത്തും അത് നടത്തുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ കേരളത്തിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും സമയത്ത് ഇലക്ഷനോ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് മണിപ്പൂരോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഛത്തീസ്ഗഡിലുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉയർത്തി വന്നുകൊണ്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് ഇല്ലാത്ത കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കുമ്പോൾ കുറെ ആളുകളെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ സത്യത്തെ നമുക്ക് മൂടി വെക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ രാജ്യത്ത് ഇപ്പൊ ഞാൻ പറയുന്നത്, നേരത്തെ ഒരു സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഇവിടെ തകർത്ത് കളയുന്നു, അവിടെ പള്ളികൾ തകർക്കുമെന്നും ആരാധനാലയങ്ങളിൽ തകർക്കുമെന്നും അവരെ ആഹാര രീതികൾ മാറ്റുമെന്നും ഒക്കെ ഈ നാട്ടുകൾ മുഴുവൻ നടന്ന് പ്രസംഗിച്ച് നടന്നവരാ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ. ഇപ്പൊ ഈ മൂന്നാം ടൈമില് ഈ രാജ്യത്ത് ഭരണം കൈയാളുമ്പോഴോ അല്ലെങ്കിൽ ന്യൂനപക്ഷം എത്രയോ കേന്ദ്രീകൃത സംസ്ഥാനങ്ങൾ നമ്മൾ ഭരിക്കുമ്പോഴൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെന്നല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ നിയമ നടപടികൾ കൃത്യമായി നടത്തുന്നുണ്ട്. പാർട്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് ശരിക്കും അവരെ ബോധ്യപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ഈ ഓരോ വിഷയം, ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ എന്തൊരു ബഹളമായിരുന്നു, എന്ത് തീവ്രമായ ബഹളം. ഞാൻ ആ വിഷയം അല്ലെങ്കിൽ പോലും ഒന്ന് പറയുന്നത് ഇതെല്ലാം കണക്റ്റഡായി കിടക്കുന്നതുകൊണ്ടാണ്. കാരണം ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സംവിധാനത്തിൽപ്പെട്ട തീവ്രവാദ ലൈൻകാരാ. അത് നമ്മളൊരു മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള സംവിധാനത്തിന് വേണ്ടി അതിന്റെ ഒരു പിക്ചർ അങ്ങനെയാണ് എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാര് ആ സംവിധാനം അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ കൂടെയൊക്കെ ഒത്തിരി മുസ്ലിം നേതാക്കൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്, ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുക. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്താണെന്നും അതില് നമ്മൾ ഈ മതേതരത്വ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു തർക്കവുമില്ല. പക്ഷെ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആൾക്കാർ അത് തിരിച്ചു കൊണ്ടുവരികയും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ചിന്താക്കുഴപ്പം മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് നിവൃത്തീകരിക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. അതിനകത്ത് എവിടെയാണ് കുഴപ്പമെന്ന് അപ്പൊ നമുക്കറിയാം. നമ്മളിപ്പോ ഈ 2019 ഈ നിയമം പാസ്സാക്കിയപ്പോ പാർലമെന്റിൽ പാസ്സാക്കിയതിന് ഇത്രയും സമയമെടുത്തു. എന്തിനാണ്? പല ചർച്ചകളും അതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട്, പാർലമെന്റിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനത്തെ അത് ഇത്രയും സമയമെടുത്ത് ഒരു കാര്യം നടപ്പിലാക്കി, ആ കാര്യം നടപ്പിലാക്കിയത് കൃത്യമായി പറഞ്ഞു. അത് ഈ 3 രാജ്യങ്ങളിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യം. അല്ലാണ്ട് ലോകത്തെ മുഴുവൻ ആസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളല്ല. ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലെയും കുടിയേറ്റക്കാരെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവിടുന്ന് പീഡനമേറ്റ് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളോട് സഹായം ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വിഷയമാണ്. അത് പരിഹരിക്കുന്നതിന് നമ്മൾ ബന്ധപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് ബന്ധപ്പെടുന്നതിലെ കുറ്റങ്ങളെ സംബന്ധിച്ച് അത് തെറ്റുകാരാണെന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ എത്ര കാലം അവർക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും? അവർക്ക് അധികകാലം ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ അത് കൃത്യമായ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു സംവിധാനം അത് ഇന്ത്യയിൽ മാത്രം നടപ്പാക്കുമ്പോൾ കുഴപ്പം. ഇപ്പോ ഭരണഘടന അനുസരിച്ച് നമുക്ക്
വിദേശ നിയമമുണ്ട്, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പാസ്പോർട്ട് എൻട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിലൊക്കെ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നവരായ അത് ഓരോ രാജ്യങ്ങളും വ്യത്യസ്തമാണ്. എല്ലാ രാജ്യങ്ങളും നിലനിൽക്കുന്നു. അത് ഇന്ത്യയിലുമുണ്ട്. അത് നമ്മൾ ഇളവ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിച്ചവർക്ക് വേണ്ടി, നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നതാണ് വിഷയമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുക. അതിൽ മുസ്ലിങ്ങളെ സഹായിക്കാത്ത എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു. അവരെ സഹായിക്കാത്തതല്ല, നമ്മളവരെ ഉപദ്രവിക്കുന്നില്ല. ഈ രാജ്യത്ത് നിലനിൽക്കുന്നവരെ പൂർണ്ണമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. അവരുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉള്ളവരെ ഡോക്യുമെന്റ് നമ്മൾ ഇപ്പൊ എന്റെ കയ്യിൽ ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ ആവശ്യമായ ആധാർ കാർഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഐഡന്റിറ്റിയോ ഞാൻ ഹാജരാക്കുന്നില്ല. ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഗവൺമെന്റ് സർക്കാർ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ അത് ഹാജരാക്കുന്നില്ല എങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഞാൻ ബോധിപ്പിക്കണമല്ലോ. അത് എല്ലാവർക്കും ബാധകമല്ലേ. അതല്ലാണ്ട് ഒരു സമൂഹത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം ബാധകമാവുന്ന ഒരു വിഷയമല്ലല്ലോ. അത് നിയമമല്ലോ. അപ്പൊ ആ നിയമത്തിനനുസരിച്ച് രാജ്യത്തെ നിയമത്തിനനുസരിച്ച് പോവുകയും രാജ്യത്തെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി രാജ്യത്തിന്റെ ഉന്നമനത്തെ കരുതി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെതിരെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും നമ്മൾ തീവ്രവാദത്തിന് കൊടപിടിക്കുന്ന രാജ്യത്തിനെ നശിപ്പിക്കുന്ന സംവിധാനത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനമായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ മാത്രമല്ല, രാജ്യത്തിന് പുറത്തുപോയി നമ്മുടെ ചില പ്രതിപക്ഷ നേതാക്കളൊക്കെ അമേരിക്കയിലടക്കം പോയി രാജ്യത്തെ കീഴ്ത്തി കാണിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് ഇവർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിനൊപ്പമല്ല, രാജ്യത്തിന്റെ വികസനത്തിനൊപ്പമല്ല, രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുന്ന ഒരു സംവിധാനമായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ പറയുവാനുള്ളത്. ഞാൻ ജോൺസൺ കൊച്ചോർമലിലേക്ക് വരുമ്പോൾ ശ്രീ സുമിത് സൂചിപ്പിച്ച അതേ ഒരു ആംഗിളുള്ള മറ്റൊരു ചോദ്യമാണ് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു ആരോഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾക്കുള്ള ഒരു സാധ്യത തുറന്നിടുന്ന ഒരു രാഷ്ട്രീയമാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, മറ്റ് കക്ഷികളായിക്കോട്ടെ, അവരൊന്നും വിമർശനത്തിന് അതീതരല്ല. അപ്പോൾ BJP ഭരിക്കുമ്പോൾ അവർ ഒരു തെറ്റ് ചെയ്താൽ അതിനെ ശക്തമായിട്ട് വിമർശിക്കണം. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അതിനെ തെറ്റ് ചെയ്താൽ അവരെയും ശക്തമായിട്ട് വിമർശിക്കണം, ക്രിയാത്മകമായിട്ട് വിമർശിക്കണം. അതാണ് ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, നടക്കുന്ന സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ഒരു അനാരോഗ്യകരമായിട്ടുള്ള വിമർശനം, കാടടച്ചുള്ള വിമർശനം, അല്ലെങ്കിൽ ചില വ്യക്തിഹത്യകൾ, ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. പലപ്പോഴും അത്തരത്തിലുള്ള വിമർശനങ്ങൾ രാജ്യത്തിന്റെ ശത്രുക്കൾ വരെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. ആ തരത്തിലുള്ള ഒരു സമീപനം, ആ ഒരു രാഷ്ട്രീയ പ്രവണത നമ്മുടെ രാജ്യത്തിനൊരു ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ? അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടില്ലേ ശ്രീ ജോൺസൺ കൊച്ചോർമൽ? ജോർജി, ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് ഇപ്പൊ സമീപകാല പ്രതിപക്ഷ കക്ഷികളുടെ നയങ്ങളും സമര രീതികളും ഒക്കെ കാണുമ്പോൾ ഈ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് തുടർച്ചയായി ദശാബ്ദങ്ങൾ രാജ്യം ഭരിച്ച കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിന്റെ ഇന്ന് വരെയുള്ള രാജ്യവിഭജന കാലഘട്ടം മുതൽ ഇന്ന് വരെ അവരെടുത്തിരിക്കുന്ന ചില നിലപാടുകളെ സംശയത്തോടെ മാത്രമേ വീക്ഷിക്കാനാവൂ. രാജ്യം വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിലായവര് സ്വമേധയാ ഇവിടുന്ന് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് പോയവരല്ല പൂർണ്ണമായിട്ടും. അന്ന് ആ ഭൂപ്രദേശത്ത് താമസിച്ചിരുന്ന ജനത, അവിടെ ഭൂസ്വത്തുക്കളും തൊഴിലും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജനത അവിടെ ആയിപ്പോയി. അങ്ങനെ വിഭജിക്കപ്പെട്ടവരാണ്. അവരെ നമ്മുടെ സഹോദരങ്ങളായി തന്നെ കാണുന്നു. അവർ മതരാഷ്ട്രത്തിൽ ജീവിക്കുന്നു, നമ്മൾ മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്നു. പക്ഷേ ജോർജി, ആർക്കാണ് നിർബന്ധം ബംഗ്ലാദേശ് പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ, പാകിസ്ഥാൻ പോലെ ഇന്ത്യ മതരാഷ്ട്രമാക്കണമെന്ന്? ആർക്കാണ് നിർബന്ധം? അങ്ങനെ ഒരു നിർബന്ധം ആ കാലഘട്ടം മുതൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ. ശ്രീ സുമിത് പറഞ്ഞല്ലോ, അവനും പറഞ്ഞല്ലോ, നമ്മുടെ കാശ്മീർ വിഷയമടക്കം. കാശ്മീരിന് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഈ തൊട്ടടുത്ത സമയം വരെ എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു ജനത ഉണ്ടായിരുന്നത്? ആർട്ടിക്കൽ 370 പ്രകാരം ഭൂരിപക്ഷം നിയമങ്ങളും ഇളവുകൾ ചെയ്യുകയും സൗജന്യങ്ങൾ കൊടുക്കുകയും നമ്മുടെ രാജ്യം അവരെ സംരക്ഷിക്കുകയും ചെയ്തപ്പോഴും അവർ നമ്മുടെ രാജ്യത്തിനല്ല, മറിച്ച് ശത്രു രാജ്യത്തിന് ജയ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാശ്മീർ പോലെ തന്നെ ഇന്ത്യ മുഴുവനും ആകണം എന്നാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? എന്താണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്?
അത് കോൺഗ്രസ് വളരെ വ്യക്തമാക്കണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ വ്യക്തമാക്കണം. ഈ നിയമത്തിലടക്കം, ഈ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഈ നിയമത്തിലടക്കം BJP ഗവൺമെന്റിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും കോൺഗ്രസിന് ബാധ്യതയുണ്ട്. അത് തെറ്റില്ല, അത് പ്രതിപക്ഷ ധർമ്മമാണ്. പക്ഷേ അതിനപ്പുറമായി ഈ രാജ്യത്തെ ഉയർത്തിക്കാണിക്കുക, ഒരു നിയമത്തെ ഉയർത്തിക്കാണിക്കുക, ഒരു നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ വർഗീയത സൃഷ്ടിക്കുക, ഇത്തരത്തിൽ പോയാൽ കോൺഗ്രസ് ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയുന്നു, രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവായി കോൺഗ്രസ് മാറും. കോൺഗ്രസിനെ ജനം കാണും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് തിരിച്ചറിയാത്തത്? മുസ്ലിം സഹോദരങ്ങളെ സംരക്ഷിക്കണം, അത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, എല്ലാവരും ഉത്തരവാദിത്വമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ, ആ സമൂഹത്തിൽ ആശങ്ക പടർത്തിക്കൊണ്ട് അനാവശ്യമായി വാദങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോ അമന് പറഞ്ഞല്ലോ ജോർജി, മുത്തലാഖ് നിയമം, BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ആ നിയമം കൊണ്ട് ആർക്കാണ് ഇവിടെ മനുഷ്യ അവകാശം സംരക്ഷിക്കപ്പെട്ടത്? ഒരു ഹിന്ദു യുവതിക്കാണോ? ഒരു ക്രിസ്ത്യാനി യുവതിക്കാണോ? മുസ്ലിം യുവതിക്കാ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ മനുഷ്യത്വപരമായ അവരുടെ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന നിയമമല്ലേ മുത്തലാഖ് നിയമം? ഏതെങ്കിലും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടോ തന്റെ ഭർത്താവ് തന്നെ തോന്നും പോലെ ഉപേക്ഷിക്കണമെന്നും മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകണമെന്നും? അവർ കല്യാണം കഴിച്ച പുരുഷനോടൊപ്പം മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ? അങ്ങനെ ഒരു മുസ്ലിം സ്ത്രീയുടെ വ്യക്തിപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമമാണ് മുത്തലാഖ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്. കോൺഗ്രസ് രാജ്യവിഭജന കാലഘട്ടത്തിൽ എടുത്ത നിലപാട് മുതൽ ഇപ്പോൾ അവർ ഈ കാണിക്കുന്ന പ്രതികരണം വരെ കോൺഗ്രസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ രാഷ്ട്രങ്ങളിൽ പോലുള്ള നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പല പ്രതികരണങ്ങളും കോൺഗ്രസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ജനം ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ജോർജി, കോൺഗ്രസ് രാജ്യസ്നേഹികളോ എന്ന് ജനം ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയമങ്ങളെ പോലും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, അതിനെ രാഷ്ട്രീയപരമായി കാണുന്നുവെങ്കിൽ ജനം ചോദിക്കും. കാരണം നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ നേതാക്കന്മാർ വേദിയിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജനത, അടിമകളായിട്ട് നിൽക്കുന്ന ഒരു ജനത വോട്ട് ചെയ്തൊരു കാലഘട്ടം, അതൊക്കെ മാറിപ്പോയി. പുതിയ തലമുറ അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതിയിലായി. ഓരോ കാര്യങ്ങളെയും രാഷ്ട്രീയത്തിന് അപ്പുറമായി വിവേചിച്ചറിയാനുള്ള കഴിവ് അത് സാധാരണ തൊഴിലാളികൾക്കും കൃഷിക്കാരനും വരെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ BJP ഗവൺമെന്റ് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടും ബഹുമാനനായ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വ്യക്തിപരമായി അദ്ദേഹത്തെ ഇത്ര അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടും മൂന്നാമതൊരു ഗവൺമെന്റിലേക്ക് ആ സർക്കാർ വന്നത് ജനം വളരെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇപ്പോ ജോർജ് ചോദിച്ച ആ ചോദ്യം, ഈ വിഷയം വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്നു, ഈ വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിനെതിരായ നിലപാടാണ് ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികൾ. വളരെ വ്യക്തമാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, പശ്ചിമ ബംഗാളിലെ മമതയുണ്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നവരുണ്ട്, ഈ രാജ്യത്തൊന്നും അല്ലെങ്കിൽ പോലും തങ്ങളാണ് വലുതെന്ന് പറയുന്ന ഇടതുപക്ഷവുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ നിലപാടതാ. അമന് പറഞ്ഞ ആ കാര്യം കൂടെ കൂട്ടിച്ചേർത്തോ ജോർജി? ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഏത് സമുദായത്തിലാണെങ്കിലും മനുഷ്യനാണ്. ക്രിസ്ത്യാനി ആയാൽ അവന് നോവില്ലേ? ഇസ്രായേലി ആയാൽ അവന് നോവില്ലേ? നൈജീരിയയിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്സുകാരനും നോവാത്തത്? ഇസ്രായേലിൽ കയറി അവിടുത്തെ സാധാരണക്കാരനെ ഇസ്രായേൽ രാജ്യത്ത് കയറി ആക്രമിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി ബന്ദികളാക്കി ബലാത്സംഗം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ജോർജി നോവാത്തത്? ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം പീഡനം ഏൽക്കുമ്പോൾ നോവുന്ന ആ നോവുണ്ടല്ലോ, അത് സ്നേഹം കൊണ്ടല്ല, മനുഷ്യത്വം കൊണ്ടല്ല, അത് വർഗീയതയുടെ നോവാണ്. അവരുടെ താല്പര്യം വേറെയാണ്. ഞാൻ ഈ ചർച്ചയുടെ അവസാനം വളരെ ഉത്തരവാദിത്വത്തോടെ ഗൗരവത്തോടെ പറയുന്നു, ഇപ്പോൾ പോകുന്ന നിലപാടുമായി രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോയാൽ അവര് ഭരിക്കുന്ന ഭരണവർഗത്തെയല്ല എതിർക്കുന്നത്, രാജ്യത്തെയാണ് എതിർക്കുന്നത്, രാജ്യത്തെയാണ് ഒറ്റുകൊടുക്കുന്നത്. അവർ രാജ്യവിരുദ്ധരാണെന്ന് കാലം ഇവിടെ എഴുതി വെക്കും. ഒരു സംശയമില്ല ജോർജ്, ഒരു സംശയമില്ല. ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരികയാണ്, സമയം അതിക്രമിച്ച് അമലിലേക്ക് വരികയാണ്. അമൽ കൃത്യമായിട്ടും ക്രൈസ്തവ വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്, വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ
ക്രൈസ്തവരിലെ ഒരു വിഭാഗമെങ്കിലും ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി നാം കാണാറുണ്ട്. ഇപ്പോൾ CA പ്രക്ഷോഭത്തിൽ തന്നെ പല ക്രൈസ്തവരും അതിനെതിരെ നിലപാടെടുക്കുന്ന ഒരു സ്ഥിതി. ഓർക്കുക, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവർക്ക് ഗുണം ചെയ്യുന്ന ഒരു നിയമത്തിനെതിരെയാണ് ആ ഒരു കാലഘട്ടത്തിൽ പല ക്രൈസ്തവരും തെരുവിലിറങ്ങിയത്, അതിനെതിരെ പ്രതിഷേധിച്ചത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനത്തെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അത് അറിയാതെ സംഭവിക്കുന്നതാണോ? എന്തുകൊണ്ട് പല ക്രൈസ്തവരും ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അറിഞ്ഞോ അറിയാതെയോ വീണു പോകുന്നു? ആ ഒരു കാര്യങ്ങളിൽ ക്രൈസ്തവ സമുദായം പുലർത്തേണ്ട ജാഗ്രത എന്തൊക്കെ? ചുരുങ്ങിയ വാക്കുകളിൽ മത്സരിക്കും. ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായ ബോധത്തിൽ ഉപരിയായിട്ടുള്ള ഈ രാഷ്ട്രീയ ചായ്വുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നത്. അത് മേൽത്തലം തൊട്ട് താഴ്ത്തലം വരെ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനികൾക്ക് ഒരു ഏറെക്കുറെ ഒരു കോൺഗ്രസ് ചായ്വ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്ക് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന്റെ ആ ഒരു കാലഘട്ടം നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടായത് പോലും ഒരു ക്രിസ്ത്യാനിയാണല്ലോ. ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത് തന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. അതിനുശേഷം ഈ മഹാത്മാഗാന്ധിയെ കൊണ്ട് അതിന്റെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതും ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ കാലഘട്ട സമരങ്ങളിൽ ഒരു എന്താ പറയുക ഒരു ബാക്ക് ബോൺ ആയിട്ട് അവിടെ നിലകൊള്ളുകയും അതേസമയം സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നേടിത്തരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. പക്ഷെ ആ സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈവൻ ഭരണഘടന പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനികളുടെ നല്ലൊരു സ്വാധീനം ഭരണഘടനയിലുണ്ട്. ഭരണഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അലങ്കരിച്ചിരുന്ന വ്യക്തി തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ദേശീയ പദവിയിലുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. മാത്രമല്ല അത് ഭരണഘടന വന്ന രാജ്യങ്ങളൊക്കെ ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഭരണഘടനാ വേദികളിൽ അന്ന് ചർച്ചകളിൽ സംബന്ധിച്ചിരുന്ന ക്രിസ്ത്യാനികളുടെ പരാമർശങ്ങളൊക്കെ എത്രമാത്രം ദേശസ്നേഹവും അതോടൊപ്പം തന്നെ ഒരു ഭാവിയിലേക്ക് ഒരു മുൻപോട്ട് ഒരു വർഗീയ വേർതിരിവ് ഒന്നും തന്നെ വരാത്തക്ക വിധത്തിൽ ഭാരതത്തെ കൊണ്ടുപോകുന്ന ഒരു ദീർഘദർശനമായിട്ടുള്ള സംസാരങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നായിട്ട് കാണാൻ സാധിക്കും ചർച്ചകൾ കാണുമ്പോൾ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം ഈ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ് പലപ്പോഴും നമ്മൾ കാണുക. അത് അന്ന് ആ ഇന്ത്യൻ വിഭജന സമയത്ത് തന്നെ ഈ ഉള്ള ഒരു വിഷയമുണ്ടല്ലോ. അതായത് ജിന്നയുടെയൊക്കെ സ്വാധീനമൊക്കെ കോൺഗ്രസിൽ എത്രമാത്രം നിലനിൽക്കുന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് കാണും തോറും എത്രമാത്രം ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുത്തു പോകുന്ന ഈ കോൺഗ്രസ് എന്നൊരു ലേബൽ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഇന്ന് നമ്മളിപ്പം കോൺഗ്രസിനെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിന്റെ തുറന്ന നിലപാടുകളും പല നേതാക്കളുടെ നിലപാടുകളും ഒക്കെ പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധമാകുമ്പോഴും ഈ ക്രിസ്ത്യാനികൾക്കൊന്നും തന്നെ അതിനകത്ത് സംസാരിക്കാനോ എതിർക്കാനോ തിരുത്താനോ സാധിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും കേരളത്തിലുള്ളത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ VT ബൽറാമിനെ പോലെയുള്ള ഒരു പ്രമുഖനായ ഒരു വ്യക്തി നമ്മൾ ചർച്ച നടത്തിയതാണ്. അദ്ദേഹം EWS എന്ന് പറയുന്ന ഒരു സംവരണം നമ്മുടെ കേരളത്തിലെ നല്ലൊരു ശതമാനം, അതായത് ഭൂരിപക്ഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഉപകാരം കിട്ടുന്ന ഒരു സംവരണമാണ് EWS സംവരണം. ആ സംവരണത്തെ എതിർത്ത് സംസാരിക്കുകയും അത് നിർത്തലാക്കുകയും ചെയ്യണം എന്ന രീതിയിലേക്ക് സംസാരിക്കുകയും അതാ എന്റെ ഒരു പ്രസ്താവന മാത്രമല്ല, അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രസ്താവനയും കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ നിലപാടുമെന്ന് അദ്ദേഹം അവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉറച്ചു പ്രസ്താവിച്ചിട്ട് പോലും ഇവിടെയുള്ള ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പോലും അത് തിരുത്തണമെന്നോ ചോദ്യം ചെയ്യാനായിട്ടോ മുന്നോട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അത്രമാത്രം രാഷ്ട്രീയ അടിമപ്പെട്ടു പോയ ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാറ്റപ്പെട്ടു. അതായത് എന്റെ വീട്ടിൽ നിന്ന് കള്ളൻ കട്ടുകൊണ്ട് പോയാലും കള്ളന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണെങ്കിൽ കള്ളനോടൊപ്പം നിൽക്കും ഞാൻ എന്നൊരു നിലപാടിലേക്ക് പോലും എടുക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കക്കാൻ വരുന്ന കള്ളൻ കോൺഗ്രസ് ആണെങ്കിൽ കള്ളന്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം എടുക്കുന്ന ഗൃഹനാഥനായിട്ട് നമ്മുടെ ഇവിടെയുള്ള സാമുദായ നേതാക്കൾ പലരും മാറിപ്പോയെന്നുള്ളത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു വീക്ഷണം തന്നെയാണ്. മാത്രമല്ല നമുക്കിപ്പോ അറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു അഭിപ്രായ ധാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ചായ്വ് കാണിക്കണമെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്ത്യാനി ആയിരിക്കണം, രാഷ്ട്രീയം എന്ന നിലയിൽ അവന് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. പക്ഷെ അവന്റെ രാഷ്ട്രീയം അവന്റെ മതത്തെയോ അവന്റെ സമുദായത്തെയോ ബാധിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോകാത്ത രീതിയിലേക്കോ ശ്രദ്ധിക്കേണ്ടവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോ ക്രിസ്ത്യൻ സമൂഹത്തിലും ഉള്ളവൻ, അത് ഏത് സമൂഹത്തിലുള്ളവനാകട്ടെ, ഇപ്പൊ ഇസ്ലാമിലുള്ളവനാകട്ടെ, ഹിന്ദു സമൂഹത്തിലുള്ളവനാകട്ടെ, അവന്റെ മതത്തെ തകർക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു മിനിമം ധൈര്യമെങ്കിലും ആ അംഗങ്ങൾ എന്ന രീതിയിലേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഉദാഹരണം, ഒരു ഗൃഹനാഥൻ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒന്ന് ചോദ്യം ചെയ്യാനെങ്കിലും ഒന്ന് ശ്രമിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ സമുദായ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ളവര് ഒക്കെ പലരും തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തില്, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അവരുടെ പാരമ്പര്യം, അതായത് എന്റെ അപ്പൻ ആ പാർട്ടിക്കാരനായിരുന്നു, എന്റെ അപ്പൂപ്പൻ ആ പാർട്ടിക്കാരനായിരുന്നു, അതുകൊണ്ട് ഞാനും ഇന്ന് ആ പാർട്ടിക്ക് തന്നെ കുത്തത്തുള്ളൂ, അതിൽ നിന്ന് മറിച്ചൊരു കുത്തത്തില്ല, അത് എന്നെ ദ്രോഹിച്ചാലും ശരി, എനിക്കുള്ള അവകാശം നിഷേധിച്ചാലും ശരി, എന്നെ ദ്രവവൽക്കരിച്ചാലും അന്യവൽക്കരിച്ചാലും എല്ലാം ശരി, ഞാൻ എന്നാലും ആ പാർട്ടിക്ക് വോട്ട് കുത്തത്തുള്ളൂ എന്ന് പറയുന്നതിലെ രാഷ്ട്രീയം എത്രമാത്രം അരാഷ്ട്രീയം നിറഞ്ഞതാണെന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഈ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. എന്തിനു വേണ്ടിയാണ് രാഷ്ട്രം? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനത്തിന് അവന് നീതി നേടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഒരു വ്യവസ്ഥിതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. അവിടെ പാവപ്പെട്ടവനാണോ ദ്രവവൽക്കരിക്കുന്നതാണോ അവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവന് വേദന അനുഭവിക്കുകയാണെങ്കിൽ ആ വേദന അവനോട് പങ്കുചേരുക, ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ദരിദ്രൻ അവനെ മുന്നേറാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാവരും നികുതി സമാഹരിച്ചിട്ട് അവന് വേണ്ടിയുള്ള വികസന പ്രവർത്തികൾ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ അത്ര രാഷ്ട്രീയ സംവിധാനം എല്ലാവർക്കും വേണ്ടി നന്മയിലൂടെ കടന്നു പോകാനായിട്ടൊരു എന്താ പറയുക ആഗ്രഹം ഇല്ലാതെ, ഞാനൊരു പാർട്ടി അടിമയാണ്, എന്റെ കുടുംബം അങ്ങനെ ഒരു അടിമയാണ്, അതുകൊണ്ട് ഞാനും അടിമയായി കിടക്കും എന്ന് പറയുന്ന ഒരു ചിന്തയിലൂടെ തന്നെ ദ്രോഹിച്ചാലും അടിച്ചാലും ഇടിച്ചാലും വീണ്ടും അടിച്ചോടാ ഇടിച്ചോടാ എന്ന് പറയുന്ന ഒരു സമീപനത്തിലൂടെ അങ്ങനെ ജയിപ്പിച്ച് വിടുന്ന ഒരു എന്താ പറഞ്ഞേ ഒരു അടിമ പ്രവണതയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ ഒരു എന്താ മത സംവിധാനമായിട്ട് പലപ്പോഴും ഈ ക്രിസ്ത്യാനികൾ മാറുന്നത് അപകടകരം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളവിടെ തെറ്റുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനെങ്കിലും മിനിമം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒരു BJP-കാരനാകട്ടെ, BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ക്രൈസ്തവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിയോട് ചോദിക്കുക, ആ പാർട്ടിയോട് ചോദിച്ച് ആ പാർട്ടി നേതാക്കളിൽ നിന്ന് ക്രൈസ്തവർക്ക് അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടൊരു ക്രിസ്ത്യാനി ആകട്ടെ, അവന് ആ പാർട്ടിയിൽ നിന്ന് ഒരു വേദന അവരുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനായിട്ടൊരു മിനിമം ഒരു ധൈര്യമെങ്കിലും ഉണ്ടാകണം. നമ്മൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. മുസ്ലിം സമുദായത്തെ നോക്കുവാണെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു നേതാവിനെ ഇതുപോലെ നമ്മുടെ പ്രണയ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ പുള്ളി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉറ്റ സുഹൃത്തായിട്ട് നിൽക്കുന്നതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി. ഈ ഷാഫി പറമ്പിലിനെതിരെ ഒരു ആരോപണം വരികയും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് കുറച്ചു പേരുന്ന് റോട്ടിൽ കൂടിയ സമയത്ത് ഷാഫി അവിടെ മുന്നോട്ട് വന്ന് ആർക്കാടാ അദ്ദേഹത്തോടെ ധൈര്യം, അല്ലെങ്കിൽ ധൈര്യം ആർക്കാടാന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ ഷാഫിയോടൊപ്പം ആൾക്കാർ കൂടുകയും ഒരു പ്രമുഖമായിട്ടുള്ള DYFI പോലെയുള്ള ഒരു സംഘടനയ്ക്ക് അവരുടെ സമരം അവിടെ നിർത്തി ഓടേണ്ട ഒരു ഗതികേടിലേക്ക് പോലും വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയം മാത്രമാണോ എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. രാഹുലിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അംഗങ്ങൾക്കോ കിട്ടാത്ത ഒരു പ്രിവിലേജ് ഷാഫിക്കൊക്കെ കിട്ടുന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു മുഖം കൂടി അതിനുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അത്രമാത്രം ഇപ്പം ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടി കോൺഗ്രസ് സംവിധാനം ഉറക്കെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നു. അതേസമയം ക്രൈസ്തവരുടെ വിഷയങ്ങളിൽ ഇടപെടാതെ മൗനം പാലിക്കുകയും അല്ലെങ്കിൽ എതിർത്ത അഭിപ്രായങ്ങൾ പറയുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ. നമ്മുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വഖഫ് വിഷയത്തിലാകട്ടെ, EWS വിഷയത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുനമ്പത്തെ വിഷയത്തിലാകട്ടെ, നമ്മുടെ ഈ JB കൊച്ചി കമ്മീഷനിലാകട്ടെ, ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇത്രമാത്രം ഈ വിഷയങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടും വീണ്ടും അടിമകളായിട്ട് പോകാതെ സ്വന്തം കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദിക്കുന്ന ഗൃഹനാഥന്മാരായിട്ട് ഓരോ സമുദായ നേതാവും അല്ലെങ്കിൽ സഭാ നേതാവും ഒക്കെ മാറേണ്ടത് ഈ ഒരു ഇല്ലാതായി പോകുന്ന സമൂഹത്തിന് അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ, ഞാൻ സമയം അതിക്രമിച്ച് ഇടപെടുകയാണ്. തീർച്ചയായിട്ടും രാജ്യ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കട്ടെ. അന്ധമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അന്ധമായിട്ടുള്ള പ്രീണനം, അന്ധമായിട്ടുള്ള രാഷ്ട്രീയ അന്ധത ബാധിച്ചുള്ള എതിർപ്പുകൾ അതെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കുവാനുള്ള ഒരു നട്ടൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടികളും വിമർശനത്തിന് അതീതരല്ല. തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ഉള്ള ആർജവത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകട്ടെ. അത് ക്രിയാത്മകമായി സ്വീകരിക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തോട് ഒരു വാക്ക്, ഒരു വിഷയം വരുമ്പോൾ
രാജ്യത്തിനോടൊപ്പം സമുദായത്തിനോടൊപ്പം നിൽക്കുവാനുള്ള ഐക്യത്തോടെ നിൽക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ക്രൈസ്തവ സമുദായം മാറട്ടെ എന്ന ഒരു കാര്യം കൂടി പറയുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സുമിത്, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചോണമ്പൻ, ഒപ്പം തന്നെ ശ്രീ അമൽ സറിയക്, 3 പേർക്കും നന്ദി.